ഇതാ വീട്. ഞാനേ ഈ സൈഡിലോട്ട് മാറ്റി നിർത്താം, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം എന്താണ് വേണ്ടതെന്ന്. ഇതാണല്ലോ വീട്. അതെ അതെ. അവസാനം മാറിപ്പോരുത്. 5 മണിക്ക് ഇറങ്ങൂ. ഓ ഇറങ്ങും. അയ്യോ ആന്റി, അല്ല പ്രിൻസേ, പണ്ട് രാവണൻ ചേട്ടൻ തട്ടിക്കൊണ്ടുപോയപ്പോ സീത കരഞ്ഞതുപോലെ അഞ്ചു എങ്ങാനും കരഞ്ഞാൽ? അതിന് സമാധാനിപ്പിക്കാൻ ഹനുമാനുണ്ടല്ലോ. ഇവനെന്റെ ബന്ധുവല്ലേ? ഇവനല്ല പറഞ്ഞത്, നിന്നെ. അതെനിക്ക് മനസ്സിലായി, ഞാൻ ചുമ്മാ പറഞ്ഞില്ല. അഞ്ചു നിലവിളിക്കുമെന്ന് എന്റെ പേടി. അതിനൊക്കെ ഞാൻ വഴി കണ്ടിട്ടുണ്ട്. ഇത് കണ്ടോ? ഇത് പഞ്ഞിയല്ലേ? ക്ലോറോഫോം. ഇതെന്തോന്ന്? ഇതേക്കോ? ഇതിന്ന് ഒരു തുള്ളി എടുത്ത് മൂക്കി മണപ്പിച്ചാ മതി. ടിം. ഇതൊക്കെ നമ്മൾ ആദ്യമായിട്ട് ചെയ്യാവുന്നതാണ്. ക്ലോറോഫോം എടുത്ത് മണപ്പിച്ചു. ഇതെടുത്ത് മണപ്പിച്ചു കളഞ്ഞു. ഇനിയിപ്പോ എന്താ ചെയ്യാ? പോലീസിനെ വിളിക്കണം. എന്തോന്നറിയാ അവൻ കാണിച്ച എല്ലാം കുളമായില്ലേ? നമുക്ക് ഏതെങ്കിലും ആശുപത്രി കൊണ്ടുപോയി ബോധം തെളിയാനുള്ള മരുന്ന് കൊടുത്താലോ? ആ സമയത്ത് ആ പെണ്ണങ്ങ് പോയാലോ? അത് ശരിയാണല്ലോ. ഇനി എന്ത് ചെയ്യും? ആ പട്ടി മോളെ, ആ മ്യൂസിയത്തിന്റെ സൈഡിലൂടെ പോയാൽ മതി കേട്ടോ. അതെന്നെ അതായിരിക്കും അല്ലേ? ആണോ? ചോദിച്ചോക്കാലോ. ഈ വണ്ടി കേരള. അഞ്ചു അല്ലേ? അല്ലേ? അതെ. നിങ്ങളാരാ? മനസ്സിലായില്ലല്ലോ. ഞങ്ങൾക്ക് മനസ്സിലായി. അമ്പലത്തിലേക്കല്ലേ? അല്ലേ? ആ കയറി, ഞങ്ങൾ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട, ഞാൻ നടന്നു പോയിക്കൊള്ളാം. അയ്യോ അങ്ങനല്ല, വണ്ടിക്കകത്ത് പവിയുണ്ടോ? പവി. കവിയോ? കവിയല്ല, പവി. എന്ത് പറഞ്ഞാലും ഇപ്പൊ ആ കുട്ടിക്ക് മനസ്സിലാവില്ല. പവയുണ്ട്, ആന്റി ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾക്ക് വണ്ടി കയറി. നിങ്ങൾക്ക് എന്താ വട്ടുണ്ടോ? വട്ടാ? ക്ലോറോഫോം. എടാ നാണമില്ലടാ നിനക്ക് പെണ്ണുങ്ങളുടെ ബാഗ് തുറന്നു. നീ പോയി അവനെ വിളിച്ചെണീപ്പിക്ക. വിളിച്ചോണ്ട് പാടാ അവനെ. വിളിച്ചോണ്ട് പാടാ. അല്പം കഴിഞ്ഞ് വിളിക്കാം. ക്ലോറോഫോമിന്റെ എഫക്റ്റിൽ കിടന്ന് ഉറങ്ങാം. ഉറക്കമൊക്കെ അങ്ങ് ഊട്ടി ചെന്നിട്ട് ഇന്ന് വരെ എന്റെ കിടക്കയിൽ ഒരു പെണ്ണും കിടന്നിട്ടില്ല, അറിയോ? ഈ കിടക്കയില്? അപ്പൊ വേറെ കിടക്കയില്? ഒരു കിടക്കയിലും കിടന്നിട്ടില്ല. നിന്റെ ഭാഗ്യം, എനിക്കൊരു കിടക്കയില്ലാതായി. ഏറാടി പിള്ളേരും വരുന്നതിന് മുമ്പ് അവരെ ഇവിടുന്ന് കെട്ടുകെട്ടിക്കണം. ആദ്യം ഇവരെ കെട്ടിച്ചിട്ട് ഇവിടുന്ന് കെട്ടിക്കാം. ഈ കിഡ്നാപ്പിംഗ് നമുക്കൊരു വെഡിങ് ആക്കി മാറ്റാം. നീ ഒന്നും ആക്കണ്ട. അല്ല, എന്റെ മനസ്സിൽ ചിലത് തോന്നുന്നുണ്ട്. ഒന്നും തോന്നണ്ട. അല്ല പ്രിൻസേ, എനിക്കൊരു ഗ്രാൻഡ് ഐഡിയ തോന്നുന്നുണ്ട്. നീ ഇത് പിടിച്ചേ, ഞാനിപ്പോ വരാം. നീ എവിടെ പോന്നു? ഞാനിപ്പോ വരാം. ഞാനിപ്പോ വരാം. ഞാനിവിടെ ഒറ്റയ്ക്കായി പോകും. സോറി കുട്ടി, ഇതൊന്നും എനിക്ക് വേണ്ടിയല്ല, ഇതൊക്കെ നിങ്ങളുടെ ഭാവിക്ക് വേണ്ടിയാ. എന്നോട് ദേഷ്യം തോന്നരുത്. ഈ പവിത്രനൊരു അവരെ പറ്റി എനിക്കൊന്നും പറഞ്ഞുകൂടാ. അഞ്ചു, അഞ്ചു അവിടെ ഞാനൊന്ന് ഉറങ്ങിപ്പോയി.
ഈ ലോകത്ത് ആരെങ്കിലും പ്രിൻസിനോട് ഒരു സഹായം ആവശ്യപ്പെട്ടാൽ അവരൊരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല പവിത്ര. അത് നിറവേറ്റി കൊടുത്തിട്ടേ പ്രിൻസ് വിശ്രമിക്കൂ. 5 മുറിയിലുണ്ട്. പരിഭവങ്ങളും പിണക്കങ്ങളും പറഞ്ഞു തീർക്കാൻ അവൾ മുറി കാത്തിരിക്കുക. പിന്നെ അല്പം ബലം പ്രയോഗിക്കേണ്ടി വന്നു. അത് സദാശിവൻ ഒപ്പിച്ചതാ. സാരമില്ല, ഒന്ന് വിളിച്ചാൽ മതി. ചെറിയൊരു മയക്കം, അത്രേ ഉള്ളൂ. ഉണരുമ്പോ അവൾ നിന്റെ സുന്ദരമായ മുഖം തന്നെ ഒന്ന് കാട്ടുവാ. പ്രിൻസേട്ടൻ ചെയ്തെന്ന ഉപകാരം ജീവിതത്തിൽ ഒരിക്കലും ഞാനും അഞ്ചും മറക്കില്ല. ഒരു വലിയ മനസ്സിന്റെ ഉടമയാണ് പ്രിൻസേട്ടൻ. നന്ദി ഒന്നും വേണ്ട. ഇന്ന് രാത്രി തന്നെ നിങ്ങളുടെ കല്യാണം നടത്തണം. എന്നിട്ട് രാത്രി വണ്ടിക്ക് 2 ടിക്കറ്റുമായിട്ട് സദാശിവം വരും. അതുവരെ നിനക്ക് അവളോടോ അവൾക്ക് നിന്നോട് എന്തെങ്കിലുമൊക്കെ പറയാണ്ട് പോയി പറ. അയ്യോ പ്രിൻസേട്ടൻ, ഞാൻ ഒറ്റയ്ക്ക്. അയ്യോ പ്രിൻസേട്ടൻ കൂടെ വാ. നിന്ന് പോടാ, ചെറുക്കാതെ. ഞാൻ ഒറ്റയ്ക്കാ. അഞ്ചു 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 എന്താ എന്താ പറ്റി? 5 ഉണർന്നില്ലേ? ഉണർത്തണ്ട, ഞാൻ വിളിക്കാം. എടാ ഉറങ്ങുന്ന ആൾക്കാരെ വിളിച്ചോളാം. ഇതെന്റെ അഞ്ചു അല്ല, നിങ്ങൾക്ക് ആള് പറ്റിയതാ. എടാ നീ പച്ചവെള്ളം ഒഴിച്ച് ആദ്യം നിന്റെ മുഖം ഒന്ന് കഴുക്. നീ നോർമൽ അല്ല. ആ കെട്ടൊക്കെ ഒന്ന് മാറട്ടെ, എന്നിട്ട് സൂക്ഷിച്ചു നോക്ക്. ഞാൻ വിളിക്കാം. അയ്യോ എന്റെ പ്രിൻസേട്ടാ, ഇത് അവളല്ല. ഞാൻ പറയണ വിശ്വസിക്ക്. എനിക്ക് എന്റെ അഞ്ചുനെ കണ്ട തിരിച്ചറിയില്ലേ? അല്ല, ഇത് അവളല്ല, നിങ്ങൾക്ക് ആള് പറ്റിയതാ. ഇപ്പൊ അങ്ങനെയാ? എടാ കഷ്ടപ്പെട്ട് നിന്റെ പെണ്ണിനെ കിഡ്നാപ്പ് ചെയ്തോണ്ട് ഇവിടെ കിടത്തിയപ്പോ ഇപ്പൊ 5 അല്ലെന്നോ? എന്റെ പ്രിൻസേട്ടാ, സത്യമായിട്ട് ഇത് എന്റെ അഞ്ചു അല്ല. ഇത് ഉണരുന്നതിന് മുമ്പ് പിടിച്ചെടുത്ത് തന്നെ കൊണ്ടുപോയി കളയ. പറഞ്ഞോ. എന്റെ തന്തയാണ് സത്യം, ഇത് എന്റെ അഞ്ചു അല്ല. പിന്നെ നീ പറഞ്ഞ സ്ട്രീറ്റ്, നീ പറഞ്ഞ വീട്, നീ പറഞ്ഞ ആന്റി, നീ പറഞ്ഞ ചുരിദാറ്, പിന്നെ പേരും ഉരുളല്ലേ. പ്രിൻസ് ഇത് കുറെ കണ്ടതാ കേട്ടോ. എന്റെ പ്രിൻസേട്ടാ, ഇതെന്റെ അഞ്ചു അല്ല. ആ ആന്റിയുടെ വീട്ടിൽ ഇതുപോലെ കുറെ എണ്ണം ഉണ്ട്. പേയിങ് ഗസ്റ്റ് ആയിട്ട് താമസിക്കാൻ വന്ന ഏതെങ്കിലും ഒന്നായിരിക്കും. എന്തെങ്കിലും ആയാലും ഇപ്പൊ എന്താ കൊണ്ടുവയ്ക്കണം. വെളച്ചിൽ കാണിച്ച് ഇടിച്ച് നിന്റെ ഇളകി കേട്ടോ. സദാശിവ അവൻ നിന്നെ കൊണ്ടുവന്നപ്പോഴാ ഞാൻ വിചാരിച്ച നീ ഒരു തരികട പാർട്ടിയാണെന്ന്. എന്താ ഭാർക്കുട്ടി? ഞാൻ അടിച്ചു വരാൻ വന്നതാ. ഞാൻ അടിച്ചു വാരി. സുഖം തന്നെയല്ലേ? അത് പിന്നെ കുഞ്ഞിന് അറിഞ്ഞൂടെ? അയ്യോ, സിനിമയ്ക്ക് പോയ ഏറാടിയും കുട്ടികളെയും കണ്ടില്ലല്ലോ. അതാണ് അവരെ. പോയി കിടക്കുന്നു. ഇതാര്? എന്താ ഉണ്ണിയൊരു ചുറ്റിക്കളി? ബാത്റൂമിൽ പോണം. ബാത്റൂം. ഞാൻ വെറും മണക്കൂസാണെന്ന് നീ വിചാരിച്ചോ? ഓടുന്ന കോഴിക്ക് ഒരു മുഴം പിമ്പെ എറിയുന്നവനാണ് ഈ സദാശിവൻ. ദാ ഇത് കണ്ടോ, ചൂടുള്ള സായാഹ്ന പത്രത്തിൽ ചൂടുള്ള വാർത്ത. അഞ്ചുവും പവിയും ഒന്നായി. ഞാൻ ഒപ്പിച്ചു. എന്തൊരു ചേർച്ച! ഇതുവരെ എഴുന്നേറ്റില്ലേ? പവി മോളെ എഴുന്നേറ്റേ. ഇനി ലോകത്തൊരു ശക്തിക്ക് നിങ്ങൾ പിരിക്കാനാവില്ല. ഞാനെല്ലാം പരസ്യമാക്കി കഴിഞ്ഞു. ഇത് നോക്കിയേ, മാല, ബൊക്കെ, വിളക്ക്, എന്റെ വക ഒരു പ്രസന്റേഷൻ. സൂപ്പർ ബ്രെയിൻ എന്ന് പറയുന്ന ഇത് ഈ തമാശക്ക് അടിച്ചാണോ? എന്റെ പല്ല് പോടാ പുല്ലേ എടുത്തോണ്ട് പോടാ ഇവിടെ ഇവിടുന്ന്. എന്തിന്? ഇവിടെ നമുക്ക് ആള് മാറി. ഇത് 5 കിച്ചൊന്നുമല്ല, വേറെ ഏതാ പെണ്ണ പവിത്ര മുങ്ങി. സദാശിവ ഞാൻ സെൻട്രൽ ജയിലിലേക്ക് പോവുക. നേരിട്ട് സറണ്ടർ ആയ ശിക്ഷ കുറഞ്ഞിരിക്കുക. നീ വാ, ഞാൻ അവിടെ കിടന്നോളാം. സദാശിവ എനിക്ക് തലകറക്കം പോലെ വേണം. ഇനി വല്ലതും കഴിച്ചിട്ട് കിടന്നുറങ്ങണം. എങ്ങനെയുണ്ട് ഏറാടി സിനിമ? കാലക്കി. എന്ത് കലക്കാൻ കൂർക്കം വലിച്ച് ഉറങ്ങായിരുന്നില്ലേ? ഇവിടെ പോന്നു. എന്റെ ഫാൻറ്റും കൊച്ചത്തിന്റെ കട്ടിൽ കിടക്കുക. ഫാൻറ്റോ? ആ, ഞാനേ കിടക്കടയിൽ ഫാൻറ്റ് ഒളിപ്പിച്ച് വെച്ചിരിക്കാ. ആ ഫാൻറ്റ് നമ്മുടെ കിടക്കട്ടെ. അതിന്റെ മുകളിൽ വേറൊരു ഫാനിന് കിടന്ന് നിറമുണ്ട്. നാളെ എടുക്കേ. എല്ലാരും പോയി കിടന്നിറങ്ങ. പറകുട്ടി എല്ലാരും താഴെ കിടക്കുന്നത്. പോ. നീ ഞാൻ പോയിട്ട് പറ്റില്ല. നിന്നോടെ കാലെടുത്ത് കൂത്തരുന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഞാൻ ഇവിടെ നിൽക്കുന്ന ഏറാടി മാമനെ ഇഷ്ടമല്ല. കണ്ട യവനായിട്ടുള്ള സഹവാസവും കൂട്ടുകെട്ടും. എന്താണെന്നറിയോ? അത് അതാണ് പറഞ്ഞു തന്നാലേ ഏറാടിക്ക് മനസ്സിലാവൂ.